അതിനെ എങ്ങനെയെങ്കിലും കൊണ്ടുവന്ന് കോൺഗ്രസിന്റെ തലയിൽ വെക്കണം. ഞങ്ങൾ തമ്മിലൊരു ചിരിക്കുന്ന ഒരു മന്ത്രിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ഭരണാധികാരിയാണോ നമുക്ക് വേണ്ടത്? ഇനി ഹൈക്കോടതിയെ പോലും സ്വാധീനിക്കാൻ കഴിയുന്ന വ്യക്തിയാണ് ഞങ്ങളുടെ മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ എന്നാണ് ഉള്ള നിസ്സാര ക്വസ്റ്റ്യൻസ്. ആടിനെ പട്ടിയാക്കാനും ആ പട്ടിയെ പേപ്പട്ടിയാക്കാനും ആ പേപ്പട്ടിയെ തല്ലിക്കൊല്ലാനും CPM-നോളം പ്രാഗൽഭ്യം ഞങ്ങൾക്കില്ല. ഹൂ ക്യാൻ കൺട്രോൾ ED? അടക്ക് പുറത്ത് എന്ന് പറയാനെങ്കിലും മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പ്രതികരിച്ചു. രാഷ്ട്രീയ നാടകം മാത്രമാണത്. അത് കോടതിയുടെ വിധി വന്നതിന് ശേഷമാണ് ED അവിടെ റെയ്ഡ് ചെയ്യുന്നത്. അന്വേഷണം തടയണമെന്ന് ആവശ്യപ്പെട്ട് CMRL ഒരു സ്റ്റേ പെറ്റീഷൻ ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തിട്ടുണ്ടായി. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സന്ദർശിച്ച് അടുത്ത ദിവസമാണ് സമൂഹമാണോ CPM-ആണോ ചർച്ച ചെയ്യുന്നത്? ഇന്നത്തെ കോടിയേരി ബാലകൃഷ്ണന്റെ വീട്ടിൽ ED കയറിയത് മുഖ്യമന്ത്രി പിണറായി വിജയനും BJP-യും തമ്മിലുള്ള അന്തർധാര. നിങ്ങളുടെ പാർട്ടിയും മുഖ്യമന്ത്രി VD സതീശനും BJP-യും തമ്മിൽ ഒരു അന്തർധാര. നമസ്കാരം. മുൻ KSU സംസ്ഥാന വൈസ് പ്രസിഡന്റും നിലവിൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റും ക്രിമിനൽ ലോയറുമായ റിങ്കു പടിപ്പുരയിലാണ് നമുക്കിപ്പോൾ ഉള്ളത്. നമുക്ക് അദ്ദേഹത്തിനോട് വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാം. നമസ്കാരം സർ. നമസ്കാരം. നിലവിൽ കടക്ക് പുറത്തു രാഷ്ട്രീയത്തിന് ഒരു വെല്ലുവിളിയായിട്ട് ചിരിക്കുന്ന ഒരു മുഖ്യമന്ത്രി നമുക്ക് കിട്ടി. എന്നാൽ VD സതീശൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി അധികാരമേറ്റ് ഒരു മാസം തികയുന്നതിന് മുൻപ് ED മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വീട്ടിൽ റെയ്ഡ് നടത്തുമ്പോൾ നിങ്ങളുടെ പാർട്ടിയും മുഖ്യമന്ത്രി VD സതീശനും BJP-യും തമ്മിൽ ഒരു അന്തർധാര ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ നിഷേധിക്കാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ 2020-ൽ പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിലാണ് അവിടെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള കോടിയേരി ബാലകൃഷ്ണന്റെ വീട്ടിൽ ED കയറിയത്. അങ്ങനെയാണെങ്കിൽ അന്നത്തെ കോടിയേരി ബാലകൃഷ്ണന്റെ വീട്ടിൽ ED കയറിയത് മുഖ്യമന്ത്രി പിണറായി വിജയനും BJP-യും തമ്മിലുള്ള അന്തർധാര കാരണമാണെന്ന് പറയാൻ സാധിക്കും. സാർ ഇപ്പോൾ പറഞ്ഞത് ഒന്നോ രണ്ടോ വാക്കുകളിൽ നിർത്തേണ്ട ഒരു വിഷയത്തിനെ പറ്റിയല്ല ഇപ്പം ഞാൻ ചോദിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെയധികം നമ്മുടെ സമൂഹം ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് ശ്രീ പിണറായി വിജയന്റെ വീട്ടിലെ CPM-ആണോ ചർച്ച ചെയ്യുന്നത്? അതാണ് നമ്മുടെ ചർച്ചാ വിഷയം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഒന്നോ രണ്ടോ വാക്കുകളിൽ നിർത്തേണ്ട ഒരു കാര്യമല്ല. കാരണമെന്ന് പറയുന്നത് VD സതീശൻ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സന്ദർശിച്ച് അടുത്ത ദിവസമാണ് പിണറായി വിജയൻ്റെ വീട്ടിൽ ഇങ്ങനെ ഒരു റെയ്ഡ് നടക്കുന്നത്. അപ്പോൾ എന്തായാലും അതിലൊരു പങ്ക് നിങ്ങളുടെ പാർട്ടിക്കും VD സതീശനും ഉണ്ട് എന്ന് സമൂഹം പറയുന്നതിൽ ഒരു ഗുഡ് ക്വസ്റ്റ്യൻ. ആക്ച്വലി ആ ക്വസ്റ്റ്യൻ എനിക്ക് നമ്മുടെ ഭാഗം ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമായി ഞാൻ എന്നെ കാണുന്നു. ഒന്ന്, നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിനകത്ത് നമുക്ക് രണ്ട് കാര്യങ്ങളാണ്, നമുക്ക് രണ്ട് ഫാക്ടേഴ്സിലൂടെയാണ്, നമ്മൾ രണ്ട് ആസ്പെക്റ്റിലൂടെയാണ് നമ്മൾ പോകുന്നത്. എന്തുകൊണ്ട് മുഖ്യമന്ത്രി VD സതീശൻ പ്രധാനമന്ത്രിയെ കണ്ട പിറ്റേ ദിവസം തന്നെ പിണറായി വിജയൻ്റെ വീട്ടിൽ, മുൻ മുഖ്യമന്ത്രിയുടെ വീട്ടിൽ ED കയറി? ഇതാണ് നിങ്ങളുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാം. സെക്കൻഡ്, നമ്മൾ അതിനോടൊപ്പം തന്നെ ചേർത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഹൂ ക്യാൻ കൺട്രോൾ ED? ED ഏതെങ്കിലും തരത്തിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ സ്വാധീനിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഇതിനകത്തുള്ള വ്യക്തമായ ആൻസർ. ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ട് ഇന്നലെ എന്ന് പറഞ്ഞ ദിവസം തന്നെ മുഖ്യമന്ത്രിയുടെ വീട്ടിൽ, മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വീട്ടിൽ ED വന്നു എന്നുള്ളതാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മുഖ്യമന്ത്രിയുടെ വീട്ടിൽ ED വരുന്നത്, ED റെയ്ഡ് നടത്തുന്നത് അദ്ദേഹത്തിൻ്റെ മകളുടെ മാസപ്പടി വിവാദവുമായിട്ട് ബന്ധപ്പെട്ടാണ്. CMRL ആ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലാണ് റെയ്ഡ് നടത്തുന്നത്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, CPM-കാരനും എല്ലാവരും മനസ്സിലാക്കേണ്ടത്, CMRL-ന് നേരെ ED ആദ്യം നോട്ടീസ് അയച്ചപ്പോൾ, ED അന്വേഷണമായിട്ട് വന്നപ്പോൾ ഈ അന്വേഷണം തടയണമെന്ന് ആവശ്യപ്പെട്ട് CMRL ഒരു സ്റ്റേ പെറ്റീഷൻ ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ED-യുടെ പെർവ്യൂവിനകത്ത് ഈ കേസ് നിൽക്കത്തില്ല, അതുകൊണ്ട് ഈ കേസ് ക്വാഷ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഒരു റിറ്റ് പെറ്റീഷൻ ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ റിറ്റ് പെറ്റീഷൻ്റെ ആ കേസ് ഫയൽ ചെയ്തപ്പോൾ അവർക്കൊരു ഇൻ്ററിം സ്റ്റേ കിട്ടിയിട്ടുണ്ടായിരുന്നു, ഒരു താൽക്കാലിക സ്റ്റേ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇന്നലെയാണ് ആ കേസിൻ്റെ വിധി വന്നതും ആ സ്റ്റേ നിലനിൽക്കുന്നതല്ല, ED-ക്ക് ഈ വിഷയത്തിനകത്ത് ഇടപെടാം എന്നുള്ള ഹൈക്കോടതിയുടെ വിധി വന്നതിന് ശേഷമാണ് ED അവിടെ റെയ്ഡ് ചെയ്യുന്നത്. ഇനി ഹൈക്കോടതിയെ പോലും സ്വാധീനിക്കാൻ കഴിയുന്ന വ്യക്തിയാണ് ഞങ്ങളുടെ മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ എന്നാണ് CPM-കാരൻ പറയുന്നതെങ്കിൽ എനിക്കൊന്നും പറയാൻ കഴിയില്ല. പിന്നെ രണ്ടാമതായി നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത് ED എന്ന് പറയുന്നത്, ED ഈസ് എ ഏജൻസി ഓഫ് സെൻട്രൽ ഗവൺമെൻറ്. സെൻട്രൽ ഗവൺമെൻറ്റിന് മാത്രം ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു ഏജൻസി മാത്രമാണ് ED എന്ന് പറയുന്നത്. ED അന്വേഷിക്കുന്നത് ഏതൊക്കെ തരത്തിലുള്ള കേസുകളാണ്? ED കൂടുതൽ കേസെടുക്കുന്നത് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട്, FERA ഇത്തരത്തിലുള്ള ആക്ടുകൾ ഉപയോഗിച്ചാണ് ED കേസെടുക്കുന്നത്.
ഈ ആക്റ്റുകൾ പ്രകാരമുള്ള കേസുകൾ എടുക്കാൻ സെൻട്രൽ ഏജൻസിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ടിൻ്റെ സെക്ഷൻ 45 ഫെമ ആക്ടിനകത്തും കൃത്യമായി പറയുന്നുണ്ട്, ഇത് ഇത്തരത്തിലുള്ള ഒഫൻസുകൾ നടന്നു കഴിഞ്ഞാൽ ED അന്വേഷിക്കുന്നത് ഇത്തരത്തിലുള്ള ഒഫൻസ് നടന്നു കഴിഞ്ഞാൽ അതിനകത്തൊരു FIR ഇടാൻ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനോ പോലീസിനോ കഴിയുകയില്ല. അവിടെ ഒരു ബാർ പോലുമുണ്ട്, അവിടെ ലീഗൽ ബാറുണ്ട് അവർക്ക് കേസെടുക്കാൻ പോലും. അപ്പോൾ അത്തരത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പറയുന്ന ED എന്ന് പറയുന്നത് ക്യാൻ ബി സോൾലി ഓപ്പറേറ്റഡ് ബൈ സെൻട്രൽ ഗവൺമെൻറ്. ഒരിക്കലും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കോ സ്വാധീനിക്കാൻ കഴിയുന്ന ഒന്നല്ല EDയും ED എന്ന് പറയുന്ന സംവിധാനം. സോ ഇത് വെറുതെ രാഷ്ട്രീയ പ്രേരിതമായി അവർക്കൊരു റെയ്ഡ് നടന്നപ്പോൾ അവരുടെ മുൻ മുഖ്യമന്ത്രിക്കെതിരെ ഒരു റെയ്ഡ് നടന്നപ്പോൾ അതിനെ എങ്ങനെയെങ്കിലും കൊണ്ടുവന്ന് കോൺഗ്രസിൻ്റെ തലയിൽ വെക്കണം, ഞങ്ങൾ തമ്മിലൊരു ബന്ധമുണ്ടാക്കണമെന്ന് എന്നുള്ളൊരു ഉദ്ദേശത്തോടെ നടത്തിയ ഒരു രാഷ്ട്രീയ നാടകം മാത്രമാണത്. അത് വ്യക്തമായി പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായി മനസ്സിലാവും. ഞാനിപ്പോൾ പറഞ്ഞല്ലോ, ഹൈക്കോടതിയുടെ വിധിയുണ്ട്. ഹൈക്കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ ED ആക്ട് ചെയ്താൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഞങ്ങളുടെ പെർവ്യൂവിനകത്ത്, ഞങ്ങളുടെ ജൂറിസ്ഡിക്ഷനകത്ത് ഇല്ലാത്ത, സ്റ്റേറ്റ് ഗവൺമെൻറ് കൺട്രോൾ ചെയ്യാൻ കഴിയാത്തൊരു ഏജൻസിയെ ഞങ്ങൾ സ്വാധീനിച്ചു എന്ന് CPM പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത്, ആടിനെ പട്ടിയാക്കാനും ആ പട്ടിയെ പേപ്പട്ടിയാക്കാനും ആ പേപ്പട്ടിയെ തല്ലിക്കൊല്ലാനും CPM-നോളം പ്രാഗൽഭ്യം ഞങ്ങൾക്കില്ല. ഒരു കള്ളം 1000 തവണ പറഞ്ഞതുകൊണ്ട് അത് സത്യമാകില്ല. എന്തുകൊണ്ടായിരിക്കും മാധ്യമങ്ങളുടെ മുമ്പിൽ മുഖ്യമന്ത്രി VD സതീശൻ ചിരിച്ചുകൊണ്ട് ഒരു പ്രതികരണം നടത്തിയത്? അദ്ദേഹത്തിന് എന്തുകൊണ്ട് ഇതിന് ഒരു വ്യക്തമായ ഒന്നും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് അദ്ദേഹം ഒന്നും പറഞ്ഞിട്ടില്ല? മാധ്യമങ്ങളുടെ മുമ്പിൽ മുഴുവൻ ചിരിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം പ്രതികരിച്ചത്. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? വൈ ഷുഡ് ഹി റിപ്ലൈ? എന്തിന് അദ്ദേഹം അതിനെ റിപ്ലൈ ചെയ്യണം? അദ്ദേഹത്തിൻ്റെ പെർവ്യൂവിൽ വരാത്ത, ഞാൻ പറഞ്ഞില്ല നേരത്തെ, അദ്ദേഹത്തിൻ്റെ പെർവ്യൂവിൽ വരാത്തൊരു കാര്യം ED എന്ന് പറയുന്ന ഒരു സംവിധാനം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെൻട്രൽ ഗവൺമെൻറ് കീഴിലുള്ള ഒരു ഏജൻസി എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തിയാൽ വൈ ഷുഡ് ഹി റിപ്ലൈ? ജനങ്ങളുടെ ഒരു പൊതു സംസാരം എന്ന് പറയുന്നത് ശ്രീ ജനങ്ങളുടെ ഞാൻ അതൊന്നും മാറ്റി പറയാൻ, ജനങ്ങളുടെ പൊതു സംസാരമല്ല, CPM ഉണ്ടാക്കിയെടുത്ത സംസാരം. ഞാൻ ഒന്ന് ചോദിക്കട്ടെ, ഇതേപോലെ ED ഇതിനു മുമ്പ് 2020 അവരുടെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ്റെ വീട്ടിൽ റെയ്ഡ് നടത്തി, ഓർമ്മയുണ്ടല്ലോ? അന്ന് ഈ മുഖ്യമന്ത്രി, അന്ന് പിണറായി വിജയനായിരുന്നു അന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി, പറഞ്ഞത് എന്താ? അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അത്തരത്തിലുള്ള എന്തെങ്കിലും മണി മാനിപ്പുലേഷനോ EDയുടെ പെർവ്യൂവിൽ വരുന്ന കേസോ നടന്നിട്ടുണ്ടെങ്കിൽ അവരന്വേഷിക്കട്ടെ എന്നാണ് പറഞ്ഞത്, അല്ലേ? അവരന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞു. അതുപോലെ അതിനകത്ത് അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ, ഇത് വെറും രാഷ്ട്രീയ, പിണറായി വിജയന് നേരെ വന്നപ്പോൾ, തനിക്ക് നേരെ വന്നപ്പോൾ ആ പാർട്ടി സംവിധാനം ഉപയോഗിച്ചുകൊണ്ട്, സൈബർ സഹാക്കളെ ഉപയോഗിച്ചുകൊണ്ട്, പാർട്ടി അടിമകളെ ഉപയോഗിച്ചുകൊണ്ട് അതിനെ കോൺഗ്രസിൻ്റെ തലയിൽ കൊണ്ടുവന്ന് വെക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. ഞാൻ വീണ്ടും പറഞ്ഞു, വൈ ഷുഡ് VD സതീശൻ, എന്തുകൊണ്ട് വൈ ഷുഡ് ദ CM റിപ്ലൈ ഓൺ ദാറ്റ്? കടക്ക് പുറത്ത് എന്ന് പറയാനെങ്കിലും മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പ്രതികരിച്ചു. പക്ഷേ യാതൊരു വിധത്തിലുള്ള ഒരു പ്രതികരണവും ഇല്ലാതെ ചിരിക്കുക മാത്രമാണ് VD സതീശൻ ഇപ്പോൾ അധികാരം ഏറ്റതിന് ശേഷം നമ്മൾ കാണുന്നത്. എവിടെയും ചിരിക്കുന്ന ഒരു മന്ത്രിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ഭരണാധികാരിയാണോ നമുക്ക് വേണ്ടത്? അദ്ദേഹത്തിനോട് ചോദിച്ച ചോദ്യത്തിന് അദ്ദേഹം ചിരിച്ചതിൻ്റെ അർത്ഥം എനിക്ക് തോന്നുന്നത് ഗ്രോ അപ്പ് മാൻ എന്നതായിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചത് മാധ്യമങ്ങളോട്. ഇങ്ങനത്തെയുള്ള നിസ്സാര ക്വസ്റ്റ്യൻസ്, ഇത്തരത്തിലൊരു ബേസ്ലെസ് ആയിട്ട് ക്വസ്റ്റ്യൻ ഒരു CM-നോട് ചോദിക്കുമ്പോൾ വൈ ഷുഡ് ഹി ആൻസർ? നിങ്ങൾ ഭാവിക്ക് അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രസ് മീറ്റിലും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ വിമർശിച്ചോളൂ, നിങ്ങൾ വിമർശിക്കൂ, നിങ്ങൾ ഭാവി കേരളത്തിനെക്കുറിച്ച് ചോദിക്കൂ, ഭാവി കേരളത്തിന് വേണ്ടി ഈ മന്ത്രിസഭ എന്ത് ചെയ്യുന്നു എന്നതിനെക്കുറിച്ച് ചോദിക്കൂ.